ഇന്ന് നമുക്കൊരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ പടം പറയാം. ഞാൻ ഈ ഒരു സിനിമയെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കോവിഡ് ടൈമിൽ ഒരു മൾട്ടി റെക്കമെൻഡേഷൻ ത്രില്ലർ വീഡിയോസിൽ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇതിനൊരു സെപ്പറേറ്റ് റിവ്യൂ അർഹിക്കുന്നുണ്ട് എന്ന് തോന്നി, അതുകൊണ്ട് ചെയ്യുകയാണ്. ചിത്രം 2017 യോർഗോസ് ലാന്തിമോസ് സംവിധാനം ചെയ്ത് കോളിൻ ഫാരൽ, ബാരി കിയോവൻ, നിക്കോൾ കിഡ്മാൻ തുടങ്ങിയ പ്രധാന വേഷങ്ങളിൽ വന്ന ദ കില്ലിംഗ് ഓഫ് എ സേക്രഡ് ഡിയർ. അപ്പോൾ ഇന്ന് ഈ സിനിമയെ കുറിച്ച്. സ്റ്റീവൻ എന്ന കാർഡിയാക് സർജനും മാർട്ടിൻ എന്ന ടീനേജ് യുവാവും തമ്മിലുള്ള അസാധാരണമായ ബന്ധം കാണിച്ചുകൊണ്ടാണ് ഈ പടം ആരംഭിക്കുന്നത്. ഒരു ദിവസം സ്റ്റീവൻ മാർട്ടിനെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവരുന്നതും അതിനുശേഷം അവിടെ നടക്കുന്ന ഭീകരമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെയാണ് ഈ പടം പറയുന്നത്. ഓൾഡ് ഗ്രീക്ക് മിത്തോളജി ആയിട്ടുള്ള എഫൈജീനിയയുടെയും അതുപോലെ കിങ് അഗ്മന്നോണിന്റെയും കഥയിൽ നിന്നും ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണ് ഈ സിനിമയ്ക്കുള്ളത്. ഏറ്റവും വിയേർഡായിട്ടുള്ള സിനിമകൾ ഒരുക്കുന്ന സംവിധായകനായ യോർഗോസ് ലാന്തിമോസിന്റെ മറ്റൊരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ പടമാണിത്. ആദ്യത്തെ സീൻ മുതൽ തന്നെ ഇത് അത്രയ്ക്കും സുഖകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കില്ല എന്നൊരു സൂചന നമുക്ക് തന്നെ കിട്ടുന്നുണ്ട്. വിചിത്രമായിട്ടുള്ള കഥയും കഥാപാത്രങ്ങളും ഒക്കെയാണ് ഈ പടത്തിലുള്ളത്. ഒരു വട്ടമേ നമ്മൾ മിക്കവാറും ഈ പടം കാണുകയുള്ളൂ, പക്ഷെ കണ്ടാൽ നിങ്ങൾ മറക്കില്ല. ആ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് പടമാണിതെന്ന് പറയാം. ഈ പടത്തിലെ ക്യാരക്ടേഴ്സ്, അതായത് നായകന്റെ ഫാമിലിയിലുള്ള എല്ലാവരും ആണെങ്കിലും വളരെ സ്വാർത്ഥരാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവരുടെ എല്ലാം സംഭാഷണങ്ങളും ഒരുതരം ക്രൂരമായിട്ടുള്ളതും അല്ലെങ്കിൽ ഒട്ടും കരുണയില്ലാത്തതും, എന്താ പറയാ, ഒട്ടും വികാരമില്ലാത്ത രീതിയിലുള്ള ഒരു സംസാര ശൈലിയൊക്കെയാണ് ഇവർക്ക്. അത് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. ക്ലൈമാക്സ് ആണെങ്കിലും വല്ലാതെ ഹോണ്ട് ചെയ്യുകയും ഒരുപാട് ചിന്തിക്കാനുള്ള വക നൽകുകയും ചെയ്യുന്നുണ്ട്. മോശം മനുഷ്യർ എന്നും അങ്ങനെ തന്നെയാണ്. ഒന്നും നടന്നിട്ടില്ലാത്ത മട്ടിൽ അവരുടെ ജീവിതം മുമ്പോട്ട് പോകും എന്ന രീതിയിൽ. ഇതിൽ അഭിനയിച്ച എല്ലാവരുടെയും കിടിലൻ പെർഫോമൻസ് ആണ്. കോളിൻ ഫാരലാണ് ഡോക്ടർ സ്റ്റീവൻ മർഫി ആയിട്ട് വരുന്നത്, പുള്ളി കിടുവാണ്. ഭാര്യ അന്ന മർഫി ആയിട്ട് നിക്കോൾ കിഡ്മാൻ ആണ്. പതിവ് പോലെ പുള്ളിക്കാരിയും മറക്കാൻ പറ്റാത്ത വിധം ആ റോള് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന്റെ ഷോ സ്റ്റീലർ എന്ന് പറയാവുന്നത് മാർട്ടിൻ എന്ന ടീനേജ് പയ്യനായിട്ട് വരുന്ന ബാരി കിയോവന്റെ ആണ്. പുള്ളിയുടെ വേറെ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, വളരെ വെറൈറ്റി ആയിട്ടുള്ള റോൾസ് തിരഞ്ഞെടുക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട ഒരു ആക്ടറാണ്. ആദ്യകാലം മുതൽ തന്നെ പുള്ളി അങ്ങനെ ആയിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. ബാക്കി അഭിനയിച്ച എല്ലാവരും മികച്ച പെർഫോമൻസ് ആണ്. ടെക്നിക്കലി പടം കിടുവാണ്. ക്യാമറ കൊള്ളാം. നമുക്കാണെങ്കിൽ ഒരു വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഇതിന്റെ ക്യാമറ ആംഗിളുകൾ പോലും എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും. പലപ്പോഴും പശ്ചാത്തല സംഗീതം ഒരല്പം ഇറിറ്റേഷൻ നൽകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഈ പടം എല്ലാവർക്കും പറ്റിയ ഒരു പടമല്ല എന്നുള്ളതാണ്. വിയേർഡ് ആണെന്ന് മാത്രമല്ല, ഒരുതരം മനസ്സ് മരവിപ്പിച്ച് കളയുന്ന ടൈപ്പ് ഒരു പടമാണ്. അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇത് കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇതിന്റെ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. പക്ഷെ വൺ ഓഫ് എ കൈൻഡ് മൂവി എന്ന് പറയാം. ബ്രില്യന്റ് പടമാണ്, പക്ഷെ നിങ്ങൾ വെറുത്തു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഞാൻ ഈ പടം കോവിഡ് ടൈമിൽ കണ്ടതാണ്. പിന്നെ അങ്ങനെ പടം കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. കാരണം അതുപോലെ ഹോണ്ട് ചെയ്യും അല്ലെങ്കിൽ ഡിസ്റ്റർബിംഗ് ആണ് ഇതിന്റെ സബ്ജക്ട് എന്നുള്ളതാണ്. പടം കാണാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിനിമയാണ്. പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. 2 മണിക്കൂറാണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ് അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.